ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ 4 വർഷ BEd അറിയേണ്ടതെല്ലാം അത് അപേക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇവയാണ് പറയുന്നത്. 2025 അക്കാദമിക് സെഷനിലെ 4 വർഷ ഇൻ്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിലേക്കുള്ള ITEP ദേശീയ പ്രവേശന പരീക്ഷയായ നാഷണൽ കോമൺ എൻട്രൻസ് ടെസ്റ്റിൻ്റെ വിജ്ഞാപനം വന്നിരിക്കുകയാണ്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്കാണ് പൊതുപ്രവേശന പരീക്ഷ നടത്താനുള്ള ചുമതല. തിരഞ്ഞെടുത്ത കേന്ദ്ര സംസ്ഥാന സർവകലാശാലകൾ, ദേശീയ പ്രാധാന്യമുള്ള സ്ഥാപനങ്ങളായ IIT, NIT, റീജിയണൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഗവൺമെൻറ് കോളേജ് എന്നിവിടങ്ങളിലായി അധ്യാപന കോഴ്സ് ചെയ്യാനാണ് അവസരം. സ്ഥാപനങ്ങൾ: ദേശീയ പ്രാധാന്യമുള്ള 64 സ്ഥാപനത്തിലായി ആകെ 6100 സീറ്റുകളുണ്ട്. കേരളത്തിലും പഠനത്തിന് അവസരമുണ്ട്. കേരളത്തിൽ പ്രധാനമായും 3 സ്ഥാപനത്തിലേക്കാണ് പ്രവേശനം. കോഴിക്കോട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, BSc BEd സീറ്റ് 50. കേന്ദ്ര സംസ്കൃത സർവകലാശാല ഗുരുവായൂർ ക്യാമ്പസ്, BA BEd സീറ്റ് 100. കേന്ദ്ര സർവകലാശാല പെരിയ, BSc BEd, BA BEd, BCom BEd ഓരോ കോഴ്സിനും 50 സീറ്റ് വീതം. കേരളത്തിലെ പല സർവകലാശാലകളും 2025 അക്കാദമിക് വർഷം ഇൻ്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം ആരംഭിക്കുന്നതിനുള്ള പ്രപ്പോസൽ നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷന് സമർപ്പിച്ചിട്ടുണ്ട്. ജൂൺ മാസത്തോടെ ചില സ്ഥാപനങ്ങളും കോഴ്സ് തുടങ്ങാൻ സാധ്യതയുണ്ട്. മറ്റ് പ്രധാന സ്ഥാപനങ്ങൾ ഓൾ ഇന്ത്യ തലത്തിലുള്ളതാണ്. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി, ഡോക്ടർ BR അംബേദ്കർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, ഡൽഹി ശ്യാമപ്രസാദ് മുഖർജി കോളേജ്, ഇന്ദിരാഗാന്ധി നാഷണൽ, കുറേ ഉണ്ട് കേട്ടോ. അത് ഞാൻ എല്ലാം വായിക്കുന്നില്ല. ഇതിൻ്റെ വിശദവിവരങ്ങൾ നമുക്ക് വെബ്സൈറ്റിൽ സന്ദർശിക്കാവുന്നതാണ്. ഇനി ഞാൻ അതിൻ്റെ യോഗ്യതകൾ പറയാം. അതിന് മുന്നേ സ്ഥാപനങ്ങളുടെയും കോഴ്സുകളുടെയും പൂർണ്ണ പട്ടിക exam.india.ac.in/NCET-ൽ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. യോഗ്യത: ഏതെങ്കിലും സ്ട്രീമിൽ +2 തത്തുല്യ പരീക്ഷ വിജയിച്ചിരിക്കണം. 2025 പരീക്ഷ അഭിമുഖീകരിക്കുന്നവർക്കും നിബന്ധനകളോടെ അപേക്ഷിക്കാം. NCET പരീക്ഷ അഭിമുഖത്തിന് പ്രായപരിധിയില്ല. എന്നാൽ പ്രവേശനം നേടുന്ന സ്ഥാപനങ്ങളുടെ യോഗ്യതാ മാനദണ്ഡങ്ങൾ പാലിക്കണം. NCET 2025 3 മണിക്കൂർ ദൈർഘ്യമുള്ള കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷയായിരിക്കും. ഒബ്ജക്റ്റീവ് ടൈപ്പ് മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങളാണ്. സിലബസ്: ഭാഷ, റീഡിംഗ് കോംപ്രിഹെൻഷൻ, ലിറ്റററി ആപ്റ്റിറ്റ്യൂഡ്, വൊക്കാബുലറി. 12ാം ക്ലാസ് സിലബസിനനുസരിച്ച് ഡൊമെയിൻ വിഷയം: ജനറൽ ടെസ്റ്റ് അഥവാ ജനറൽ നോളജ്, കറണ്ട് അഫെയർ, ജനറൽ മെൻ്റൽ എബിലിറ്റി, ന്യൂമറിക്കൽ എബിലിറ്റി, ക്വാണ്ടിറ്റേറ്റീവ് റീസണിംഗ്, ലോജിക്കൽ ആൻഡ് അനലിറ്റിക്കൽ റീസണിംഗ്, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, സയൻസ്, ആർട്സ്, മാത്തമാറ്റിക്സ്, പെർഫോമിംഗ് ആർട്സ്, ലാംഗ്വേജ്. ആകെ 181 ചോദ്യങ്ങളിൽ 160 എണ്ണം എഴുതണം. ടെസ്റ്റ് പേപ്പറും ചോദ്യങ്ങളുടെയും എണ്ണം: ലാംഗ്വേജ് ആണെങ്കിൽ 1 മുതൽ 23 വരെ, ലാംഗ്വേജ് 2 മുതൽ 23 വരെ, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് 23, ജനറൽ ടെസ്റ്റ് 28, ഡൊമൈൻ 28, ഡൊമൈൻ സ്പെസിഫിക് സബ്ജക്റ്റ് 28, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, ജനറൽ ടെസ്റ്റ് എന്നീ ടെസ്റ്റ് പേപ്പറുകൾ നിർബന്ധമാണ്. 38 ലാംഗ്വേജുകളിൽ നിന്ന് ലാംഗ്വേജ് പേപ്പർ തിരഞ്ഞെടുക്കാം. മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകളുണ്ട്. പൂർണ്ണമായ ലിസ്റ്റ് വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. പരീക്ഷാ കേന്ദ്രങ്ങൾ: രാജ്യത്താകെ 178 പരീക്ഷാ കേന്ദ്രമുണ്ട്. കേരളത്തിൽ എറണാകുളം, ഇടുക്കി, കണ്ണൂർ, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തിരുവനന്തപുരം, തൃശ്ശൂർ ജില്ലകളിൽ പരീക്ഷാ കേന്ദ്രം ഉണ്ടാകും. അപേക്ഷ നൽകുമ്പോൾ മുൻഗണന നിശ്ചയിച്ച് 2 പരീക്ഷാ കേന്ദ്രം തിരഞ്ഞെടുക്കാം. സ്ഥിരം മേൽവിലാസവുമായി നിലവിലെ മേൽവിലാസവുമായി ബന്ധപ്പെട്ട പരീക്ഷാ കേന്ദ്രങ്ങൾ മാത്രമേ തിരഞ്ഞെടുക്കാവൂ. അപേക്ഷിക്കുമ്പോൾ NIETയുടെ വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. അവസാന തീയതി മാർച്ച് 16 11:30 PM വരെയാണ് സമയം. അപേക്ഷയിൽ തിരുത്തൽ വരുത്തുന്നതിന് മാർച്ച് 18 മുതൽ 19 വരെ അവസരമുണ്ട്. അനുവദിച്ച പരീക്ഷാ കേന്ദ്രം ഏതാണെന്ന് ഏപ്രിൽ ആദ്യ ആഴ്ച അറിയാം. തുടർന്ന് അഡ്മിറ്റ് കാർഡ് NDA വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാം. അപേക്ഷാ ഫീസ് 1200 രൂപ. ജനറൽ കാറ്റഗറിക്ക് 1000 രൂപ, OBC, NCL, EWSന് 650 രൂപ, SC ST വിഭാഗം, ഭിന്നശേഷിക്കാർ, ട്രാൻസ്ജെൻഡർ എന്നിവർക്ക് ഈ രീതിയിലാണ് അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ടത്. വെബ്സൈറ്റ് www.nta.ace.in
അല്ലെങ്കിൽ exam.nta.ac.in/NCET. ഫലപ്രഖ്യാപനത്തിന് ശേഷം അപേക്ഷ ക്ഷണിച്ച് പരീക്ഷ നടത്തി സ്കോർ സംബന്ധിച്ചുള്ള വിവരങ്ങൾ നൽകുന്നതാണ്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ചുമതല തുടർന്ന് ഓരോ സ്ഥാപനത്തിലെയും പ്രവേശനത്തിനുള്ള മെറിറ്റ് പട്ടിക തയ്യാറാക്കുന്നതും ചട്ടങ്ങൾ പ്രകാരം പ്രവേശനം നൽകുന്നതും ബന്ധപ്പെട്ട സ്ഥാപനമായിരിക്കും. ഒരിക്കൽ കൂടി വെബ്സൈറ്റ് അഡ്രസ്സ് പറയാം: www.nta.ac.in. എല്ലാ സ്മോൾ ലെറ്ററാണ് കേട്ടോ. അപ്പം 4 വർഷ B.Ed കോഴ്സിനെ പറ്റിയുള്ള വിവരങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പങ്കുവച്ചത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ.